ചേട്ടൻ ഒരു മോഹൻലാൽ ഫാൻ ആയിരുന്നു എന്ന് എപ്പോഴും കേട്ടു. മോഹൻലാലിനോട് അല്ല ആണ് അപ്പൊ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു മൊമെന്റ് ആദ്യം കണ്ട മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിക്കുന്ന സമയത്തല്ല, അതിനോട് കാണുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തച്ചോളി വർഗീസ് ശേഖർ എന്ന് പറഞ്ഞ പടം കണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അവിടെ ട്രിവാൻഡ്രം ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്ഥലത്ത് പുള്ളി ഒരു ഷോ ചെയ്യാൻ വന്നിട്ട്, അപ്പൊ മീശയൊക്കെ പിരിച്ചു വെച്ച് ടീഷർട്ടൊക്കെ ഇട്ട്, TK രാജീവ്കുമാറാണ് ആ പടം ഉണ്ടായിരുന്നത്. അവർ ആ രൂപത്തിലാണ് വന്നേക്കണേ. അപ്പൊ പുള്ളി ഇങ്ങനെ ഷോ കഴിഞ്ഞ് പോകുന്ന സമയത്ത് അച്ഛൻ പോലീസിലാണ്. അപ്പം അച്ഛൻ നമ്മളെ കൊണ്ട് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ട് ലാൽ ഇതെന്റെ മകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഫസ്റ്റ് ടൈം ഷേക്ക് ഹാൻഡ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 7ാം ക്ലാസ്സുകാരന് മോഹൻലാലിന്റെ ഷേക്ക് ഹാൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കുളിക്കുമല്ലോ, കൈ കഴുകാതെ കിടക്കുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അന്ന് തൊട്ടുള്ള ഒരു ആരാധനയുണ്ട്. ലൈഫ് ഇസ് ബ്യൂട്ടിഫുളിന്റെ സമയത്തും പുള്ളിയെ കണ്ട് റൺബീബിറാണ്. പിന്നീട് കുറേയേറെ വേദികളിൽ അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ, അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രൊമോഷൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യമുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാൻ ചേട്ടനോട് കുറച്ച് ഒരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു സാധനം വരാം, അപ്പൊ ചേട്ടൻ അതിനുള്ള ഒരു മെമ്മറി ജസ്റ്റ് പറഞ്ഞാൽ മതി. ഒന്നില്ലേ ഫണ്ണി എന്തെങ്കിലും മെമ്മറി, അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ഓർമ്മ പങ്കുവെച്ചാൽ മതി. ഇപ്പം ദുബായ് FM എന്ന് പറയുമ്പോ ചേട്ടന് ഇപ്പൊ 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതിന്റെ ഒരു ഇതെന്താണ്? ടീമാണ്, അതൊരു ടീം വർക്കാണ്. ഇപ്പൊ ഏതാണ്ട് നമ്മള് Day 1 തൊട്ട് ഉണ്ടായിരുന്നിട്ടുള്ള നൈല, ജോൺ, അർഫാസ്, മായ, ഷാബു, ഫസ്ലു, നിമ്മി, എല്ലാവരും ഒരേപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് വേണം പറയാനായിട്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് തന്നെ പോവാണ്. പിന്നീട് വന്നിട്ടുള്ള നിമ്മിയും ഡോളയും പോലും ആ ഒരു ടീമിന്റെ ഭാഗമാണ്. അപ്പോ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ടീം വർക്ക് എന്ന് പറയുന്നതാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. അതൊരു ഫാമിലി പോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂളലിൽ വരെ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഈസിയാണല്ലോ സാധനം. അതാണ് അതിന്റെ ഒരു ഗുണം. ഇപ്പൊ അധികം ആള് ഇപ്പൊ നമ്മളൊരു ജോലിക്ക് കയറിയാൽ നമുക്ക് പെട്ടെന്ന് മടുക്കുന്നു, അല്ലെങ്കിൽ വേറെ റീസൺ അതാണ്. നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ള ആൾക്കാര് നമ്മളെ, ഞാൻ പറഞ്ഞത് ഈ പറയുന്നത് നമുക്ക് സാലറി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുക ബോസസിന്റെ നമുക്ക് അപ്രീസിയേഷൻ. പക്ഷെ വന്ന് വർക്ക് ചെയ്യണ ഓഫീസ് ആംബിയൻസും ആ ടീമും ഭയങ്കര കിടിലമാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണേ വർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അടുത്തത് വെട്ടം. വെട്ടം ഫെലിക്സ്. വെട്ടം ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്ഷെ ലൈഫിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് കിട്ടിയിട്ടുള്ള, നമ്മൾ ഏറ്റവും ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരുപാട് നടന്മാരുടെയും നടിമാരുടെയും കൂടെ ഒരുമിച്ച് ഊട്ടിയിലുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന പ്രിയദർശനെ പോലുള്ള ഒരു സംവിധായകനോടൊപ്പം, ദിലീപ് ഏട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. നമുക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ടുള്ള കാര്യം. പിന്നെ ലൈഫിലെ ഇതാണ് വെട്ടത്തിന്റെ കാര്യം ഞാൻ പലരും പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെച്ചിരുന്ന റോളായിരുന്നില്ല അത്. 2 പേര് വന്ന് എന്നിട്ട് മാറി വിളിച്ച് കിട്ടിയ റോളാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്, എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെലിവിഷനിൽ വന്നിട്ടുള്ള സിനിമയിൽ കൂടുതൽ സിനിമയിൽ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. മേഹു മൂസ സുരേഷ് ചേട്ടനുമായിട്ട് ഒരു ഫുൾ ലെങ്ത് റോള് കൂടെ അഭിനയിക്കാൻ പറ്റി. ക്യാരക്ടർ നല്ലൊരു രസമുള്ള ഒരു വൃത്തികെട്ടവനായിരുന്നു. ജിബു ചേട്ടനുമായിട്ടുള്ള വർക്ക് അത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ജിബു ചേട്ടനെ നമ്മളിപ്പോ വെള്ളിമൂങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല അതിന്റെ പ്രൊഡ്യൂസേഴ്സ് 2 പേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഒന്ന് ഡോക്ടർ റോയു ആണ്, മറ്റൊന്ന് തോമസ് തിരുവല്ലയാണ്. അപ്പൊ 2 ദുബായിലാണല്ലോ. അപ്പം 2 പേരുമായിട്ടും ഭയങ്കര അടുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് മറ്റേ വീട്ടിലുള്ള പടം പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇൻവോൾവ് ചെയ്ത് നിൽക്കാൻ പറ്റി. ജിബു ചേട്ടനാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നിൽക്കവേ നമുക്ക് മാക്സിമം ഇതൊക്കെ ചെയ്യുകയും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്ന ഒരാളും കൂടിയാണ്. സിനിമ തന്നെയാണ് ഏറ്റവും വലിയ പാഷൻ. ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലിയും കൂടിയാണല്ലോ. ഏത് കാലഘട്ടത്തിലും അതിൽ തന്നെയാവണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. സിനിമ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരുപാട് കോർ ഓഫ് മെമ്മറീസ് കൊണ്ടുവരുന്നതാണ്. കാരണം വെച്ചാൽ ഹോസ്റ്റൽ ജീവിതം എന്റേത് എന്നെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. 2 പടം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നമ്മളും ആയിരിക്കും ഹോസ്റ്റൽ ജീവിതം അനുഭവിച്ചിട്ടുള്ളത്. കാരണം ശരിക്കും ഹോട്ടലിലാണ് താമസിക്കണമെങ്കിലും എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ സമപ്രായക്കാര് എല്ലാവരും ഒരു രീതിയിലും വീട്ടുകാരുടെ ഇതൊന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരികിടയും കാണിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ജീവിതം ഭയങ്കര രസമുള്ള ഹോസ്റ്റൽ ലൈഫായിരുന്നു. അവിടെ അതേസമയം ആലോചിക്കണമെന്ന് വെച്ചാൽ ടോപ്പിൽ നിൽക്കുന്നതെല്ലാം മലയാളത്തിലെ സീനിയർ ആൾക്കാരുമാണ്. ലാലേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, അങ്ങനെ ഒരു ഭയങ്കര സീനിയറിസ്റ്റ് ഫാസിൽ സാറാണ് ഡയറക്ഷൻ. അപ്പൊ അതിനിടയിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ മര്യാദക്കാരും വെളിയിൽ വളരെ നടന്ന സമയമായിരുന്നു. ഇപ്പൊ ഇന്നസെന്റ് കൊണ്ട് പറഞ്ഞോണ്ട് ഇപ്പൊ വെട്ടത്തിൽ അച്ഛനായിട്ടായിട്ട് അഭിനയിച്ച ആ ഒരു മെമ്മറി കുറെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ
അദ്ദേഹവുമായിട്ട് കുറെ സിനിമ നമ്മളില് നമ്മള് ഞാൻ അഭിനയിച്ചപ്പോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറെ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ചേട്ടന്റെ പുതിയ വിഷയമല്ല, പുതിയ പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണ്? ഇപ്പൊ 2 പടമാണ് റിലീസ് ആവായിരിക്കും. ഒന്ന് ജമാലിന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് ഇന്ദ്രൻ ചേട്ടന്റെ ഹീറോ ആയിട്ടുള്ള പടം, വിക്കി തമ്പി എന്ന് പറയുന്ന സംവിധായകൻ, പഴയ നാടോടി മലനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സുരേഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പോ ആ സിനിമ ഇന്ദ്രൻ ചേട്ടനാണ് മെയിൻ ക്യാരക്ടർ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു ലൈഫ് ടൈം നല്ലൊരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കഥാപാത്രം. ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ ഒരു വക്കീലാണ്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ കൂടുതൽ പറയാനില്ല, അത് ബാക്കി പടം കാണാം. അതാണ് ഒന്ന്. മറ്റത് VKP സാറിന്റെ പടമാണ്, പാലും പഴവും എന്നാണ് പടത്തിന്റെ പേര്. മീര ജാസ്മിൻ ആണ് ഹീറോയിൻ, അശ്വിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടമാണ്. അത് മീരയുടെ ബ്രദറായിട്ട് ഞാനാണ് ചെയ്തത്.